ടെറിറ്റോറിയൽ ആർമിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് കാർഡ് വന്നത്, അതുപോലെ ബാക്കിയുള്ള കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ആ പോസ്റ്റിന്റെ ആൻസർ കീ ഇവിടെ റിലീസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേജാണിത്. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും സംശയം ഉണ്ടാകുന്നത് നമ്മുടെ സോൾജർ റാങ്കിന്റെ അപേക്ഷ എപ്പോൾ തുടങ്ങും, അല്ല അതിന്റെ റാലി എപ്പം തുടങ്ങും എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഓഫീസർ റാങ്ക് ആണ്. ഇതിന് നമുക്ക് ഡയറക്റ്റ്ലി അപേക്ഷ സമർപ്പിക്കണം, പരീക്ഷ എഴുതണം. ആ ഒരു പ്രൊസീജിയറിലാണ് കാര്യം നടക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ഉണ്ടാവും, അത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ സോൾജർ റാങ്ക് എന്ന് പറയുമ്പോൾ TA റാലിയുടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അവിടെ ഡോക്യുമെന്റ്സ് കൊടുത്ത് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് റാലി അറ്റൻഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് പലർക്കും സംശയം ഉണ്ടാവും, അത് എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും. വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈയിടെ കുറേ പേര് ചില നോട്ടിഫിക്കേഷനൊക്കെ വന്നല്ലോ, അതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് നോർമലി എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള TA റാലിൻ്റെ അല്ലെങ്കിൽ ഓപ്പൺ റാലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അത് വന്നാൽ കൃത്യമായിട്ട് ഞാൻ അറിയിക്കാം. മറ്റെന്തെങ്കിലും വന്നോ കാര്യങ്ങളൊക്കെ പലരും പല രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പറയാനുള്ളത് മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും, കൃത്യമായിട്ട് മുന്നോട്ടേക്ക് വരും. അപ്പോൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷൻ്റെ റിസൾട്ട് ആയിരിക്കും അടുത്ത വരുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ ആൻസർ കീൻ്റെ കാര്യമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ആൻസർ കീ ഏകദേശം റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോൾജർ റാങ്കിൻ്റെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് പലർക്കും സംശയം ഉണ്ടാകും, അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെറിറ്റോറിയൽ ആർമീൻ്റെ കമ്മീഷൻ ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ 2025 അതിൻ്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ യൂസർ ID ഇവിടെ എൻ്റർ ചെയ്യുക. പരീക്ഷ എഴുതിയവരാണെങ്കിൽ യൂസർ ID എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, ഇവിടെ കാണുന്ന ക്യാപ്ഷൻ കൃത്യമായിട്ട് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. TA ഓഫീസർ റാങ്കിലേക്ക് പരീക്ഷ എഴുതി ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും, പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. GK എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 100 പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാങ്ങാനുള്ള ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.